ഈ വീഡിയോയിൽ കാണുന്ന പോലെ കുഞ്ഞിന്റെ പൊക്കിളിന്റെ അവിടെ പുറത്തേക്ക് ഉന്തി നിൽക്കുന്നുണ്ടോ? ചില ആൾക്കാർ പറയുന്നത് പോലെ ഇത് കുളിപ്പിക്കുന്ന സമയത്ത് വെള്ളം കയറിയതൊന്നുമല്ല. ഇതാണ് അംബിലിക്കൽ ഹെർണിയ എന്ന് പറയാം. ചെറിയ കുട്ടികളിൽ ഇത് കോമൺ ആയിട്ട് കാണാറുണ്ട്, പ്രത്യേകിച്ച് പ്രീ ടേം കുട്ടികളിൽ. അവരുടെ വയറിന്റെ അവിടുത്തെ മസിൽസ് ഒക്കെ അത്ര ഒരു സ്ട്രോങ് അല്ല. അതുകൊണ്ട് തന്നെ അവർ കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഇത് കൂടുതലായിട്ട് പുറത്തേക്ക് ഉന്തി വരും. ഫോർ എക്സാമ്പിൾ, അവർ ചുമക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മോഷൻ പാസ് ചെയ്യുന്ന സമയത്തൊക്കെ. ഒട്ടുമിക്ക കേസുകളിലും ഇത് 1 വയസ്സാവുന്ന സമയത്തേക്ക് നോർമൽ ആയിട്ട് വരാറുണ്ട്. കുട്ടികളൊക്കെ കുറച്ചൊന്ന് വലുതായി അവരൊന്ന് കമിഴ്ന്ന് കിടക്കുന്ന സമയത്തൊക്കെ അവരുടെ വയറിന്റെ അവിടുത്തെ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെങ്തൻ ആവും. അപ്പൊ ആ സമയത്ത് അംബിലിക്കൽ ഹെർണിയ നോർമൽ ആയിട്ട് വരാറുണ്ട്. ഇത് കുറയാനായിട്ട് ചില ആൾക്കാർ കുളിപ്പിക്കുന്ന സമയത്ത് വിരൽ വെച്ചിട്ട് ശക്തിയായിട്ട് അമർത്തി കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ കോയിൻ വെച്ച് ഒരു കോയിൻ എന്തെങ്കിലും വെച്ചിട്ട് അവിടെ കെട്ടി കൊടുക്കുക, അമർത്തിയിട്ട് കെട്ടി കൊടുക്കുക. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഒരു 2-3 വയസ്സിനൊക്കെ ശേഷവും അംബിലിക്കൽ ഹെർണിയ അതുപോലെ തന്നെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ സൈസ് ഭയങ്കരമായിട്ട് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടറെ കണ്ടിട്ട് ഒരു ഒപ്പീനിയൻ എടുക്കേണ്ടതാണ്. അപൂർവം ചില കേസുകളിൽ ഇതൊരു എമർജൻസി ആയിട്ട് വരാറുണ്ട്. നമ്മൾ ഈ അംബിലിക്കൽ ഹെർണിയയുടെ ഉള്ളിൽ വയറിന്റെ ഉള്ളിലുള്ള ചെറിയ കുടലിന്റെ ഭാഗം എന്തെങ്കിലുമൊക്കെ കുടുങ്ങാറുണ്ട്. അപ്പൊ ആ സമയത്ത് കുഞ്ഞിന് ശക്തിയായിട്ടുള്ള വയറുവേദന വരും. ഈ ഹെർണിയയുടെ പുറത്തുള്ള ആ ഒരു സ്കിന്നിന് ഒരു റെഡ് കളറൊക്കെ വരാറുണ്ട്. അപ്പൊ അത് എമർജൻസി ആണ്. അത്തരം കണ്ടീഷനിൽ കുട്ടിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ മാക്സിമം എല്ലാവരിലോട്ടും ഷെയർ ചെയ്ത് കൊടുക്കൂ.